അത് തീർച്ചയായിട്ടും ഒരു 99.9% മരുമക്കൾക്കും ഹാനികരമാണ്. അങ്ങനെ തന്നെ ഞാൻ പറയാം. കാരണം അവർ നമ്മളെക്കാട്ടിലും, അതായത് മരുമക്കളെക്കാളും കുറച്ചുകൂടെ പ്രായമുള്ളവരും കുറേ ജീവിതം കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഒറ്റ ഒരു വ്യത്യാസം ഞാൻ പറയാം. ഏറ്റവും പ്രധാനമായിട്ടും ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം അവരുടെ ജീവിത സാഹചര്യമല്ല ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ ജീവിത സാഹചര്യം. അതായത് അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തി ജനിച്ച് വളർന്ന് മരുമകളായി, അമ്മയായി, അമ്മായിയമ്മയായി മാറുന്ന ടൈം, ആ ഒരു കാലയളവിൽ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ നേരിട്ട പ്രശ്നങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ മരുമക്കൾക്കാർക്കും അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പം ഇവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രശ്നം, ഞാൻ എന്തെല്ലാം അനുഭവിച്ചു, ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടി, ഇവൾക്ക് എന്ത് സുഖം, ഇവൾക്ക് എല്ലാ സൗകര്യമുണ്ട്, സുഖമായിട്ട് ജീവിക്കുകയാണ്, ഞാൻ അനുഭവിച്ചു, എൻ്റെ മരുമകൾ അനുഭവിക്കുന്നില്ല, ഈ പ്രശ്നങ്ങളൊന്നും അവൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ചിന്തിക്കുന്നില്ല, എൻ്റെ മകളും ഇതുപോലൊരു വീട്ടിലെ മരുമകളായി ഇപ്പം ജീവിക്കുന്നു. പക്ഷെ അവൾ ഒരു കാരണവശാലും ഞാൻ അനുഭവിച്ച പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കരുതെന്ന് മാത്രം ഈ അമ്മായിയമ്മ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. മരുമകൾക്ക് എല്ലാം അനുഭവിക്കും, എൻ്റെ മകൾ മാത്രം ഇതൊന്നും അനുഭവിക്കാൻ പാടില്ല. കണ്ടോ, ഒരു മനസ്സിലെ രണ്ട് ചിന്തകൾ, അതും മരുമകൾ വേറെ, മകൾ വേറെ. ഈ ഒരു ചിന്താഗതിയിൽ നിന്നാണ് മിക്കയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്, അല്ലേ? രണ്ടുപേരെയും മകൾ എന്നുള്ള രീതി ചിന്തിക്കാൻ ആർക്കും അങ്ങനെ പറ്റണമെന്നില്ല. കാരണം അവിടെയും ഈ മനസ്സിങ്ങനെ പലതും പരതിക്കൊണ്ടേയിരിക്കും. വേണ്ട, രണ്ടുപേരെയും മക്കളെന്നല്ലേ കാണണ്ട. ഇവൾ മറ്റൊരമ്മയുടെ മകളാണ്, ആ അമ്മയും ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ലേ എന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ കുറേയൊക്കെ ആശ്വാസമായി മാറും, വീടിനകം ശാന്തി നിറഞ്ഞതായി മാറും. അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.